വെൽക്കം ടു PSC ഐഡിയാസ്. ഈ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഗ്രാമീൺ ബാങ്കുകളെ കുറിച്ചാണ്. RRB മീൻസ് എന്താണ്? റീജിയണൽ റൂറൽ ബാങ്ക്സ് ഗ്രാമീണ ബാങ്കുകളെ കുറിച്ചാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത്. അതുപോലെ ഈ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നു എന്ന് തോന്നിയാൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തൊട്ടടുത്ത ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന PSC റിലേറ്റഡ് വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. പ്ലീസ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ക്ലാസ്സിലേക്ക് പോകാം. RRB എന്താണ് ഗ്രാമീൺ ബാങ്കുകൾ അഥവാ റീജിയണൽ റൂറൽ ബാങ്ക് RRB എന്ന് പറയുന്നത്? ഇന്ത്യയിൽ ഗ്രാമങ്ങളുടെ സാമ്പത്തിക വികസനത്തിനായി ആരംഭിച്ച ബാങ്കുകളാണ് ഗ്രാമീൺ ബാങ്കുകൾ അഥവാ റീജിയണൽ റൂറൽ ബാങ്ക് എന്ന് പറയുന്നത്. എന്താണ് RRB എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ഗ്രാമങ്ങളുടെ സാമ്പത്തിക വികസനത്തിനായി ആരംഭിച്ച ബാങ്കുകളാണ് ഗ്രാമീണ ബാങ്കുകൾ, റീജിയണൽ റൂറൽ ബാങ്ക് RRB എന്ന് പറയുന്നത്. ഇന്ത്യയിൽ ഗ്രാമീണ ബാങ്കുകൾ സ്ഥാപിതമായ വർഷം ഏതാണ്? ഇന്ത്യയിൽ ഗ്രാമീണ ബാങ്കുകൾ സ്ഥാപിതമായ വർഷം 1975. 1975 ഇന്ത്യയിൽ ഗ്രാമീണ ബാങ്കുകൾ സ്ഥാപിതമായത്. RRBയുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട ഒരു കമ്മിറ്റി ഉണ്ട്. ഏതാണ്? നരസിംഹം കമ്മിറ്റിയാണ് RRBയുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട കമ്മിറ്റി. ഇന്ത്യയിലെ ഗ്രാമീൺ ബാങ്കുകൾ പ്രവർത്തിക്കുന്നത് ഏത് ആക്ടിന്റെ അടിസ്ഥാനത്തിലാണ്? ഇന്ത്യയിലെ ഗ്രാമീണ ബാങ്കുകൾ പ്രവർത്തിക്കുന്നത് റീജിയണൽ റൂറൽ ബാങ്ക്സ് ആക്ട് 1976 പ്രകാരമാണ് ഇന്ത്യയിലെ ഗ്രാമീൺ ബാങ്കുകൾ പ്രവർത്തിക്കുന്നത്. ഏത് ആക്ട് പ്രകാരമാണ്? റീജിയണൽ റൂറൽ ബാങ്ക്സ് ആക്ട് 1976 പ്രകാരമാണ് ഇന്ത്യയിലെ ഗ്രാമീൺ ബാങ്കുകൾ പ്രവർത്തിക്കുന്നത്. അതുപോലെ കേന്ദ്ര സർക്കാർ, സ്പോൺസർ ബാങ്ക്, പ്രസ്തുത സംസ്ഥാന സർക്കാർ എന്നിവ സംയുക്തമായാണ് ഗ്രാമീൺ ബാങ്ക് സംവിധാനം നിയന്ത്രിക്കുന്നത്. ഗ്രാമീൺ ബാങ്ക് സംവിധാനം നിയന്ത്രിക്കുന്നത് ആരൊക്കെയാണ്? കേന്ദ്ര സർക്കാർ, സ്പോൺസർ ബാങ്ക്, പ്രസ്തുത സംസ്ഥാന സർക്കാർ എന്നിവ സംയുക്തമായാണ് ഗ്രാമീൺ ബാങ്ക് സംവിധാനം നിയന്ത്രിക്കുന്നത്. അതുപോലെ ഒരു ഗ്രാമീൺ ബാങ്കിൽ 50%, 35%, 15% എന്നിങ്ങനെയാണ് കേന്ദ്ര സർക്കാർ, സ്പോൺസർ ബാങ്ക്, സംസ്ഥാന സർക്കാർ എന്നിവയുടെ ഓഹരി അനുപാതം. ഓഹരി അനുപാതം എങ്ങനെയാണ്? ഒരു ഗ്രാമീണ ബാങ്കിന്റെ ഓഹരി അനുപാതം എന്ന് പറയുന്നത് 50%, 35%, 15% എന്നിങ്ങനെയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രാമീണ ബാങ്ക് ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രാമീണ ബാങ്കാണ് പ്രഥമ ഗ്രാമീൺ ബാങ്കാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രാമീണ ബാങ്ക്. ഉത്തർപ്രദേശിലെ മൊറാദാബാദിൽ പ്രഥമ ഗ്രാമീൺ ബാങ്ക്, അതാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രാമീണ ബാങ്കായിട്ട് അറിയപ്പെടുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗ്രാമീൺ ബാങ്ക് ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗ്രാമീൺ ബാങ്കാണ് കേരള ഗ്രാമീൺ ബാങ്കാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗ്രാമീൺ ബാങ്ക്. കേരളത്തിൽ നോർത്ത് മലബാർ ഗ്രാമീണ ബാങ്കും സൗത്ത് മലബാർ ഗ്രാമീണ ബാങ്കും ലയിച്ചുണ്ടായ പുതിയ ബാങ്കാണ് കേരള ഗ്രാമീണ ബാങ്ക്. കേരള ഗ്രാമീണ ബാങ്ക് എന്താണ്? കേരളത്തിൽ നോർത്ത് മലബാർ ഗ്രാമീണ ബാങ്കും സൗത്ത് മലബാർ ഗ്രാമീണ ബാങ്കും ലയിച്ചുണ്ടായ പുതിയ ബാങ്കാണ് കേരള ഗ്രാമീണ ബാങ്ക്. കേരള ഗ്രാമീണ ബാങ്ക് നിലവിൽ വന്നത് എപ്പോഴാണ്? 2013 ജൂലൈ 8 കേരള ഗ്രാമീണ ബാങ്ക് നിലവിൽ വന്നത്. എന്നാണ് 2013 ജൂലൈ 8 കേരള ഗ്രാമീൺ ബാങ്ക് നിലവിൽ വന്നത്. അതുപോലെ കേരള ഗ്രാമീൺ ബാങ്കിന്റെ ആപ്തവാക്യം എന്താണ്? കേരളത്തിന്റെ സ്വന്തം ബാങ്ക് എന്നാണ് കേരള ഗ്രാമീൺ ബാങ്കിന്റെ ആപ്തവാക്യം. എന്താണ്? കേരളത്തിന്റെ സ്വന്തം ബാങ്ക്. അതുപോലെ കേരള ഗ്രാമീൺ ബാങ്കിന്റെ സ്പോൺസർ ബാങ്ക് ആരാണ്? കാനറ ബാങ്ക് ആണ് കേരള ഗ്രാമീൺ ബാങ്കിന്റെ സ്പോൺസർ ബാങ്ക്. ആരാണ്? കാനറ ബാങ്കാണ് കേരള ഗ്രാമീൺ ബാങ്കിന്റെ സ്പോൺസർ ബാങ്ക്. അതുപോലെ കേരള ഗ്രാമീൺ ബാങ്കിന്റെ ആസ്ഥാനം എവിടെയാണ്?
മലപ്പുറം ജില്ലയിലാണ് കേരള ഗ്രാമീൺ ബാങ്കിന്റെ ആസ്ഥാനം. എവിടെയാണ്? മലപ്പുറം ജില്ലയിൽ. ഏറ്റവും അധികം ഗ്രാമീൺ ബാങ്കുകളുള്ള സംസ്ഥാനം ഏതാണ്? ഏറ്റവും അധികം ഗ്രാമീൺ ബാങ്കുകളുള്ള സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. ഉത്തർപ്രദേശാണ് ഏറ്റവും അധികം ഗ്രാമീൺ ബാങ്കുകളുള്ള സംസ്ഥാനം. അതുപോലെ ഗ്രാമീൺ ബാങ്കുകൾ ഇല്ലാത്ത സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? ഗ്രാമീൺ ബാങ്കുകൾ ഇല്ലാത്ത സംസ്ഥാനങ്ങളാണ് സിക്കിം, ഗോവ. ഏതൊക്കെയാണ്? സിക്കിം, ഗോവ. ഗ്രാമീണ ബാങ്കുകൾ ഇല്ലാത്ത സംസ്ഥാനങ്ങളാണ് സിക്കിം, ഗോവ. ഇത്രയും കാര്യങ്ങളാണ് ഗ്രാമീൺ ബാങ്കുകൾ, RRB, റീജിയണൽ റൂറൽ ബാങ്ക്സിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. അടുത്ത ടോപ്പിക്കുമായി നെക്സ്റ്റ് ക്ലാസ്സിൽ.